ഭൂരിപക്ഷത്തിന് ജയിക്കുന്ന രാഷ്ട്രീയ അന്തരീക്ഷം നിലമ്പൂരിൽ കാണാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ആ അന്തരീക്ഷത്തെ വോട്ടാക്കി മാറ്റാനാണ് ഞങ്ങൾ ശ്രമിച്ചത്. ശക്തമായ സർക്കാർ വിരുദ്ധ തരംഗം അവിടെ കാണാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു വസ്തുതയാണ്. അത് വോട്ടാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള കഠിന പരിശ്രമമാണ് ഞങ്ങളെല്ലാവരും നടത്തിയത്. ഞാൻ ഏതാണ്ട് 15-16 ദിവസത്തോളം അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും അതിനുവേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയുണ്ടായി. അങ്ങനെയല്ല ഞാൻ പറയുന്നത്, നിങ്ങൾ ആ വാചകം ശരിക്കും മനസ്സിലാക്കണം. 25,000 വോട്ട് കിട്ടത്തക്ക രാഷ്ട്രീയ അന്തരീക്ഷം അവിടെ നിലനിൽക്കുന്നുണ്ട്. അത് നമ്മൾ അതിനു വേണ്ടിയിട്ടാണ് പ്രവർത്തിച്ചത്. ശക്തമായ സർക്കാർ വിരുദ്ധ തരംഗം അവിടെ കാണാൻ കഴിയുമായിരുന്നു. ജനങ്ങൾ ഈ സർക്കാരിനെതിരായി എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത് ശരിയായ അർത്ഥത്തിൽ അവിടെ കാണാൻ കഴിയുമായിരുന്നു. മലയോര മേഖലയിലെ കാട്ടാന ശല്യവും വന്യജീവികളുടെ അക്രമങ്ങളും കാരണം കർഷകൻ ബുദ്ധിമുട്ടിൽ, വിലക്കയറ്റം കാരണം സാധാരണക്കാരൻ പ്രയാസത്തിൽ, അതുപോലെ തന്നെ ഒരു വികസനവും കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നടക്കാത്തതിൻ്റെ അമർഷം, ഇതെല്ലാം അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമായി. മറ്റൊരു കാര്യം, ഇന്ന് രാവിലെ പോളിംഗ് ബൂത്തിൽ PV അൻവറിനെ കണ്ടപ്പോൾ ഷൗക്കത്ത് അടുത്തേക്ക് ചെന്നപ്പോൾ കെട്ടിപ്പിടിക്കാൻ ചെന്നപ്പോഴത്തേക്കും കെട്ടിപ്പിടിക്കേണ്ട, ഷൗക്കത്ത് കെട്ടിപ്പിടിച്ചാൽ അത് ആത്മാർത്ഥത ഇല്ലാത്ത കെട്ടിപ്പിടുത്തമായിരിക്കുമെന്നാണ് PV അൻവറിന്റെ പ്രതികരണം. അപ്പോൾ ഒരു ആത്മാർത്ഥത ഇല്ലാത്ത ആളാണോ ഷൗക്കത്ത്? അതൊക്കെ പേഴ്സൺ ടു പേഴ്സൺ ആണ്. നമ്മൾ ഓരോരുത്തരെ എങ്ങനെ കാണുമ്പോൾ, രാഷ്ട്രീയ എതിരാളികളെ കാണുമ്പോൾ എന്ത് സമീപനം സ്വീകരിക്കണം എന്നുള്ളതൊക്കെ അത് വ്യക്തിഗതമായ കാര്യമാണ്. അതിപ്പോൾ ഞാൻ അതിനകത്തൊരു പ്രതികരണം നടത്തേണ്ട ആവശ്യമില്ല. ശശി തരൂര് ഇന്ന് മാധ്യമങ്ങളെ കാണുമെന്ന് പറഞ്ഞിട്ടുണ്ട്, പത്രസമ്മേളനം വിളിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നീക്കങ്ങൾ പലപ്പോഴും പാർട്ടിക്ക് ബദലായി അത് കാണാൻ പോകല്ലേ.